ഇവിടെ ഇവിടെ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നീ ഇടപെടാതെ അതിനൊരു തീർപ്പുണ്ടാവില്ല. അതെന്താ ഇത്ര വലിയ പ്രശ്നം? ഇവരെ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടാ വരുന്നത്. എടാ, നീയും പ്രീതിയും തമ്മിൽ അരുതാതെന്തോ ബന്ധമുണ്ടെന്ന്. അതും നീ തന്നെ സമ്മതിക്കുന്നത് കേട്ടുന്നാ മഞ്ജു പറയുന്നേ. ഞാൻ കേട്ടപ്പോ തന്നെ പറഞ്ഞു മഞ്ജുവിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചായിരിക്കും. നീ എന്താന്ന് വെച്ചാ പറഞ്ഞത് ക്ലിയർ ആക്ക്. എന്താ നാവിറങ്ങിപ്പോയോ? ചേച്ചിക്ക് സംഭവിച്ചത് വേറെ ഒരു തെറ്റിദ്ധാരണയാണോ? അപ്പൊ ചേച്ചി മനസ്സിലാക്കിയതെല്ലാം സത്യമാണല്ലേ? നോക്കി നിൽക്കാതെ അല്ലാന്ന് പറ. മഞ്ജു കേട്ടത് സത്യമാ. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. കിരീട്ടം പറയുന്നെല്ലാം ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടു. ആ വാക്കുകൾ ഇനി ജന്മത്തെനിക്ക് മറക്കാൻ പറ്റില്ല. അത് അത്ര ആഴത്തിലുള്ള മുറിവുകളാ എനിക്ക് നൽകിയത്. എന്നിട്ടും കിരീടിനോട് മുഖം ഞാൻ സത്യം വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ഞാൻ കേട്ടതൊന്നും വ്യക്തമാവാത്തതാവണോന്ന്, ഞാൻ മനസ്സിലാക്കിയതൊക്കെ തെറ്റാവണോന്ന്. കിരീടൻ എന്നെ ചതിച്ചിട്ടില്ലെന്ന് പറയുന്ന ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ നിന്നോടെല്ലാം തുറന്നു പറയാൻ പോവായിരുന്നു. പ്രസവത്തിന് ശേഷോ? അപ്പൊ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ട് ചേച്ചിയെ നൈസായിട്ട് ഒഴിവാക്കാലോ. നീ എന്തൊക്കെയാ മഹിമയെ പറയുന്നത്? ഞാൻ മഞ്ജുവിനെ ഒഴിവാക്കൂ? അവൾ എന്റെ ഭാര്യയല്ലേ. അപ്പൊ പ്രീതി ആരാ? ചേച്ചി ഒഴിവാക്കാതെ പ്രീതിയെ കൂടി സ്നേഹിക്കാനായിരുന്നോ നിങ്ങളുടെ ഉദ്ദേശം? മഹിമേ, മിണ്ടരുത് നീ. ഞാൻ എനിക്കൊന്നും കേക്കണ്ട. എടാ, നിനക്ക് വേണ്ടിട്ട് ഇവരോട് ഇത്ര നേരം തർക്കിക്കായിരുന്നു ഞാൻ. കാരണേ നീ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ മഞ്ജുവിന്റെ നിന്റെ കുഞ്ഞിന്റെ മാത്രമല്ല എന്റെ വിശ്വാസം കൂടിയാ തകർത്തത്. എടാ, സ്വന്തം കൂടപ്പറപ്പിനെ പോലെയല്ലടാ നിന്നെ ഞാൻ കണ്ടത്. എടാ, എന്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു നന്നായി. ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിലേ വിഷമം കൊണ്ട് ആ പാവത്തിന്റെ ചങ്ക് പൊട്ടിയനെ. ഇവര് പറഞ്ഞു ഭാനുമ്മയ്ക്ക് നീ ചെയ്തതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്ന്. ഇനി അതും സത്യമാണോ? ആ കൊള്ളാം. സ്വപ്നം ചെയ്തേക്കാൻ മറക്കാമെങ്കിൽ പിന്നെ നീ ചെയ്ത തെറ്റുകൾ അമ്മയ്ക്ക് മറക്കാലോ. ദേ, ഇനി നിന്നെ എനിക്ക് കാണണ്ട. ഞാൻ പോകുന്ന വഴിക്ക് പോലും ഇനി നീ വന്നു പോകരുത്.
ഈ വീടിന്റെ വാതിലേ ഇനി ഒരിക്കലും നിനക്ക് വേണ്ടി തുറക്കില്ല. പോ, ഇറങ്ങി പോവാൻ. എടാ മുത, എനിക്ക് മഞ്ജുവിനോട് സംസാരിക്കണം. മഞ്ജുവിന് ഇവരോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ചേച്ചി ചേച്ചി നിക്ക്. ചേച്ചി ഞാനൊന്ന് പറയട്ടെ. ചേച്ചി ഇറങ്ങടാ, ഇറങ്ങാൻ. ഇറങ്ങി പോടാ. എടാ മുത, പോവാൻ. മുത, എടാ ഞാനൊന്ന് പറയട്ടെ.